വേഗം നോക്കിക്കോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്. സവോള, ക്യാപ്സിക്കം, ക്യാരറ്റ്, തൊലി കളഞ്ഞ തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, ക്യാബേജ്, പിന്നെ 2 മുട്ടയും കൂടെ വേണം കേട്ടോ. പിന്നെ നമുക്ക് ചപ്പാത്തിയും വേണം. ഇത് ചന്ന ചപ്പാത്തിയാണ്, അതായത് ഒന്നുമില്ല, കടല ഉപ്പിട്ട് വേവിച്ചിട്ട് അത് മിക്സിയിലിട്ട് അരച്ചിട്ട് മാവിൽ മിക്സ് ചെയ്തെടുത്ത ചപ്പാത്തി. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ കൂടിപ്പോയോ? ഓക്കെ, സാരമില്ല. എന്നിട്ട് നമുക്ക് എല്ലാം അതിൻ്റെ മീഡിയം സൈസിൽ വേണം വഴറ്റിയെടുക്കാൻ. ഒരുപാട് വെന്ത് പോകില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരു കളഞ്ഞ മുളകും ഇട്ടിട്ടു, പിന്നെ സവാള ഇട്ടു. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് അതിൻ്റെ കളറൊന്നും മാറണ്ട. ജസ്റ്റ് ആ ഒരു ഗ്ലേസിങ് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ക്യാരറ്റ് ഇട്ടു, കോസ് ഉണ്ടായിരുന്നു അതിട്ടു. അതിനുശേഷം ക്യാപ്സിക്കം ഒരുപാടാവരുത് കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് അതിനെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് മുട്ട ഇതുപോലെ ചിക്കിയെടുക്കുക. ഈ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാണ്, എനിക്കത് അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പൂടിടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചേർത്തിട്ടേക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മസാല, ഞാനിവിടെ ചാട്ട് മസാല കേട്ടോ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിനുശേഷം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ആ ചാട്ട് മസാല കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ സോസ് ഉണ്ടായിരുന്നു, സോയാ സോസ്. ഒരു ചൈനീസ് ഫ്ലേവർ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അതും കുറച്ചൊഴിച്ചു. പിന്നെ കെച്ചപ്പും ഇട്ടുണ്ടായിരുന്നു, അതും ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു. ഇതൊന്നും അധികം വെന്തിട്ടില്ല, എല്ലാം മീഡിയം ഏറ്റവും ലോ ഫ്ലെയിമിലേ വെക്കാവൂ. തക്കാളി അതുപോലെ നമ്മൾ കുരു കളഞ്ഞായിരുന്നേ, അപ്പോൾ അതും ഇട്ടിട്ട് ജസ്റ്റ് ഒരുപാട് തക്കാളി ഒന്നും ഇട്ട് വഴറ്റരുത്. ജസ്റ്റ് ഒന്ന് വാടിയ മാത്രം മതി. അതിനുശേഷം നമ്മുടെ കൊത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി, അവനാണ് താരം, അതും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. നന്നായിട്ടൊന്ന് പറയുന്നെങ്കിലും ചെറുതായിട്ട് നിങ്ങൾ വഴറ്റാവും കേട്ടോ. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അതിൻ്റെ ഒരു ആവി വരുന്ന വരെ മതി. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രായും കൂടെ സോസ് ഒഴിച്ചിട്ട് കഴിച്ചോ കേട്ടോ. അപ്പോൾ ഇതായിരുന്നല്ലേ കൊത്തു ചപ്പാത്തി. വെറുതെ പറയല്ല, യമ്മിയാണ്. അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അടിപൊളി സാധനം കേട്ടോ. യമ്മി യമ്മി യമ്മി. താങ്ക്സ് ഫോർ വാച്ചിങ്.